അങ്ങനെ പിറ്റേന്ന് വാർപ്പിൻ്റെ അന്നത്തെ ദിവസമാണ്. അന്ന് രാവിലെ തന്നെ അവർ എത്തിയിട്ടുണ്ടായിരുന്നു. വാർപ്പിൻ്റെ മെഷീനും സാധനങ്ങളും ഒക്കെ ഓരോന്നോരോന്നായിട്ട് ഇറക്കി ആദ്യമേ തന്നെ അതെല്ലാം ഫിറ്റ് ചെയ്ത് വെക്കുന്നുണ്ടായിരുന്നു. ഏകദേശം 1 മണിക്കൂറിനകത്ത് അവരതെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എംസാൻഡ് ഇറക്കിയിട്ടുണ്ടായിരുന്നത്. കാരണം സ്ഥലക്കുറവും അതിൻ്റെതായ പരിമിതികളും ഉള്ളത് കൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളായിരുന്നു. അത് കഴിഞ്ഞ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിച്ചു കഴിഞ്ഞിട്ടായിരുന്നു ബാക്കി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പുവിന് ഈ ബഹളമൊക്കെ കേട്ടിട്ട് അവിടെ എന്താണ് നടക്കുന്നതെന്ന് അറിയാനായിട്ട് നിൽക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ വെളിയിലിറക്കി അവനെ കൊണ്ടുപോയി കാണിച്ചു. ആദ്യമേ തന്നെ വാർപ്പിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് അവർ മുകളിലോട്ട് കയറ്റി വിട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വാർപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഒരു 11:30 കഴിഞ്ഞപ്പോഴത്തേക്കും വാർപ്പ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഉച്ചക്കത്തേക്കുള്ള ഫുഡും നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ചു, അവർക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അത് കഴിഞ്ഞു. ഇതൊന്ന് കഴിയാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആയിരുന്നു ഇവിടെ. അപ്പു ചിക്കനൊക്കെ കൂട്ടി ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം അവൻ വെയിറ്റ് ചെയ്തു. അമ്മ ദേ ചൂടൊക്കെ ആറിച്ചിട്ട് അവന് ഫുഡ് എടുക്കുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം.